ാണ് നമ്മൾ പട്ടിയുടെ പാല് കുടിക്കുന്ന ആട്ടിൻകുട്ടി. കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമമായ ഗുഡലൂരിൽ നിന്നാണ് ഈ കാഴ്ച. കർഷകനായ ചേരമ്പാടി നായ്ക്കൻ ചോല ത്യാഗരാജൻ്റെ വീട്ടിൽ വളർത്തുന്ന പട്ടിയും ആട്ടിൻകുട്ടികളുമാണ് ഈ അപൂർവ ബന്ധം സ്ഥാപിച്ചത്. ഇതെന്താണ് അവനെ കാണിക്കണേ? ചായ മുഴുവൻ തൂക്കുമല്ലോ. ഇതെന്താണ്? നിന്റെ ചായ അങ്ങോട്ട് മാറ്റി വെച്ചാ ആടെ ചെലപ്പോ എന്റെ കണ്ണില് മത്തങ്ങയും കുമ്പളങ്ങയും ഒക്കെ ഉണ്ടായിരുന്നു വരണ ഉണക്കം എന്താണ്ടാ? വെറുതെ ഒന്നല്ലല്ലോ, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി എന്റെ ആടും പെട്ടിന്നു. ഇതിപ്പോ എന്തേ ഉണ്ടായി? ആ പേപ്പർ ഉണ്ടമാരിന്റെ ഒരു ഫോട്ടോ എടുത്ത ഒരു ഫോട്ടോ. അയ്യോ, പക്ഷേ ഇപ്രാവശ്യം ടിവിക്കാരുണ്ട് വരുന്ന. ടിവിക്കാരുണ്ട് ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ട് അവരേക്ക് ഒന്ന് ഇങ്ങോട്ട് നിന്നാ. മിസ് പാറുക്കുട്ടി. ഞാനാണ് സാറേ പാർട്ടി. പാറുക്കുട്ടി, ഞാൻ മിസ്റ്റർ സുരേഷ് മേനോൻ, ഹോട്ട് ന്യൂസ് ടിവിയിൽ നിന്ന് വരുന്നു. അതെ, ഒരു വാർത്ത കേട്ടല്ലോ, ഈ പട്ടി ആടിന്റെ പാല്. അയ്യോ അല്ലല്ല, ആട് പട്ടിയുടെ പാലാ. ആട് പട്ടിന്റെ പാല് കുടിക്കും. ന്യൂസ് കൺഫേം. അതെ, നാളെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടി ഞങ്ങൾക്ക് ഈ ആട് പട്ടിന്റെ പാല് കുടിക്കുന്നൊന്ന് ഷൂട്ട് ചെയ്യണം. ഷൂട്ട് ചെയ്തോട്ടെ? അപ്പൊ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ആടിനും പട്ടീന്റെയും ഇത് ഷൂട്ടിംഗ് ചെയ്യണം കേട്ടോ. അപ്പൊ അതൊന്ന് റെഡി. ഗുഡ് മോർണിംഗ് കേരള. നിങ്ങൾക്ക് എല്ലാവർക്കും സുരേഷ് മേനോന്റെ നമസ്കാരം. മിസ് പാറുക്കുട്ടി, മിസ് പാറുക്കുട്ടി, എന്താണ്? ചായ വേണ്ട മിസ് പാറുക്കുട്ടി, ചായ വേണ്ട. നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് ക്യാമറയുടെ ലൈനിൽ വരാൻ പാടില്ലെന്ന്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് പാറുക്കുട്ടി. ഇന്റർവ്യൂ വർത്താനം ഇല്ല, ഇന്റർവ്യൂ വർത്താനം എടുക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, വിഷയം നിങ്ങളല്ല, ആട് പട്ടിന്റെ പാല് കുടിക്കുന്നതാണ് വിഷയം. അപ്പൊ നിങ്ങൾ എന്റെ ഇന്റർവ്യൂ വർത്താനം എടുക്കൂല? ഒരു തവണ എന്നെ ഒരു പറ്റിച്ചു പോയതാ. ഇപ്രാവശ്യം എന്റെ മോടുക്കാണ്ട് നിങ്ങൾ ഈറ്റിങ്ങൾ എടുക്കണമെന്ന് എനിക്ക് കാണണല്ലോ. മിസ് പാറുക്കുട്ടി, നിങ്ങളുടെ ഭംഗിയുള്ള മുഖം ടെലിവിഷനിൽ തീർച്ചയായിട്ടും വരും. നിങ്ങളല്ലേ പാല് കുടിപ്പിക്കാൻ പോകുന്നത്. മതി മതി, ഇനി എടുത്തോട്ടെ. ഇനി ഇല്ല ഇല്ല. താങ്ക് യു. ഗുഡ് മോർണിംഗ് കേരള. നിങ്ങൾക്ക് എല്ലാവർക്കും സുരേഷ് മേനോൻ നമസ്കാരം. വെൽക്കം ടു ദ പ്രോഗ്രാം. ആഗ്രയിലെ താജ്മഹൽ പോലെ, ഈജിപ്തിൽ പിരമിഡ് പോലെ ഇന്ന് നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നു വണ്ടേഴ്സ് ഓഫ് വണ്ടേഴ്സ്. ഒരു ആട്ടിൻകുട്ടി പട്ടിയുടെ പാൽ കുടിക്കുന്നു. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണല്ലേ? യു ഗാറ്റ് ടു സീ ഇറ്റ് ടു ബിലീവ് ഇറ്റ്. കം ഓൺ. ഹലോ റോസി. ഹലോ കൊച്ചുമ്മണി. അതെ, ഞാൻ ഇനി ആക്ഷൻ പറയുമ്പോ നിങ്ങൾ പാല് കുടിപ്പിക്കണം. നന്നായിട്ട് ഫാന്റാസ്റ്റിക്. നൈസ് നൈസ് നൈസ്. ഓക്കേ, റോളിംഗ് ആക്ഷൻ. കട്ട് 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 കട്ട്. അയ്യോ പാറുക്കുട്ടി, അങ്ങനെയല്ല, കുറച്ചിങ്ങനെ വിട്ടു നിൽക്കണം. അങ്ങനെ ആക്ഷൻ. പാറുക്കുട്ടി, എന്താണ് ചെയ്യണേ? നിങ്ങളോട് ഞാൻ പറഞ്ഞത് വിഷയം ആടാണ്, നിങ്ങളല്ലെന്ന്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. സാറേ, നിങ്ങൾ എന്റെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റില്ല. ഈ ആട് പാല് കുടിക്കില്ല, എന്താ ചെയ്യാ? ആടെ പാല് കുടിക്കണില്ല. കുടിക്കില്ല? ഉറപ്പാണോ? ഇന്റർവ്യൂ എടുക്കാം? എടുക്കാം. ഉറപ്പല്ലേ? ഇതെന്താ കുഞ്ഞിരാമ ഇറത്ത് വെച്ചിട്ടാ പാല് കൊടുക്കല്? നിലത്തിറക്കിയ പാല് കുടിക്കില്ലല്ലോ. കുഞ്ഞിരാമ കുടിക്കണില്ലല്ലോടാ. അയ്യോ ഇല്ല സാറേ, സാറ് പോ. ഞാൻ കുടിപ്പിക്കാ നിന്റെ കൊച്ചമ്മണിയും നിന്റെ റോസിയാണ്. റോസി മോളെ, നമ്മളെ കൊച്ചമ്മണിയാണേ. നല്ല കുട്ടിയാട്ടാ. അങ്ങനെ കോണ്ടിരിക്കണേ. അങ്ങനെ തന്നെ കൂടെ ശ്വാസം കിട്ടി. Yes, yes, yes. പാല് കുടിച്ചോ. You are രക്ഷപ്പെട്ടു. Thank you, Miss Parguti. Miss Parguti, thank you very much. Thank you. അതെ സാറേ, ഇനി ഇന്റർവ്യൂ വർത്താനം നിങ്ങൾ എടുത്തു. ഇന്റെ ഇന്റർവ്യൂ വർത്താനം അയ്യേ കിട്ടിയത് തന്നെ. വാടാ, ഓടിക്കോടാ. അയ്യോ
വേണമെങ്കിൽ കുടിച്ചോട്ടെ, എൻ്റെ ചിത്രം ഫോട്ടോയിൽ പതിഞ്ഞാൽ മതി. സുരേഷ് ആൻഡ് ദീപിക, ദാറ്റ് ഇസ് എ വെരി ഫണ്ണി പ്രസൻറ്റേഷൻ. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. ഇതിൻ്റെ ഒരു എന്താ സാങ്കേതിക വശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ ജഡ്ജസ് പറയും. ഇറ്റ് വാസ് എ വെരി നൈസ് പ്രസൻറ്റേഷൻ. അപ്പോൾ ആദ്യമേ ഞാൻ അതിനൊരു അഭിനന്ദനം പറയുന്നു. വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് മാധ്യമ ശ്രദ്ധയുണ്ടാവും. ആ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പാറുക്കുട്ടി നടത്തുന്ന ശ്രമങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തത്. പക്ഷേ ഇതിനകത്തൊരു ലോജിക്കൽ പ്രോബ്ലം ഉണ്ട്, അത് ഞാൻ വിടുന്നു. കാര്യം ഇങ്ങനെയുള്ള ഏത് ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴും ഈ ആടിൻ്റെയും പട്ടിയുടെയും ഉടമസ്ഥയുടെ ബൈറ്റോടുകൂടിയാണ് കാര്യങ്ങൾ തുടങ്ങുന്നത്. ഇവിടെ ഈ ബൈറ്റ് സംഭവിക്കുന്നില്ല എന്നുള്ളിടത്താണ് നിങ്ങളുടെ കൺസെപ്റ്റ് ഡൈനമിക് ആയിട്ട് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഡ്രാമ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് എ വെൽ ഡൺ പീസ്. ഇടയ്ക്ക് നിങ്ങൾ വർക്ക് ചെയ്ത ഒരു സൈലൻസ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. അതായത് ഇത് കുടിക്കൂ എന്നുള്ള അറിയാനുള്ളൊരു സൈലൻസ്, അത് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ജോയ്, അത് വളരെ മികച്ച നാടകീയ മുഹൂർത്തം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് കാര്യമായിട്ട് സുരേഷിനൊന്നും ചെയ്യാനില്ല. എൻ്റെ പെർഫോമൻസിൻ്റെ ഒരു ബാധ്യത മുഴുവനും ദീപികയ്ക്കായിരുന്നു. ആൻഡ് ദീപിക ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നിങ്ങളുടെ വോയിസിൻ്റെ മോഡുലേഷൻ്റെ ഉപയോഗം സാധ്യതയാണ്. നിങ്ങളൊരു ഡയലക്റ്റ് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിച്ചു. ചെറിയ സന്തോഷം വരുമ്പോഴും പരിഭ്രമം വരുമ്പോഴുള്ള നിങ്ങളുടെ ഇടർച്ച, യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ശരീരഭാഷയും. സോ ദീപികയ്ക്ക് ഹാറ്റ്സ് ഓഫ്. സുരേഷ്, യു ഹാവ് എന്താണ്, സുരേഷ് ഒരു സെക്കൻഡ് ഫീൽഡിലാണ് ഇതിനകത്ത് ത്രൂ ഔട്ട് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ അത് സുരേഷ് വളരെ നന്നായിട്ട് ചെയ്തു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആക്ടിങ് എന്ന് പറയുന്നത് ഒരാളുടെ ആക്ടിങ് എപ്പോഴും ഒരു ഗിവ് ആൻഡ് ടേക്കാണ്. കൂടെയുള്ളവർ കൊടുക്കുന്നതനുസരിച്ചാണ് ഒരാൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നത്. ആക്ഷൻ ഈസ് ഓൾവേസ് റിയാക്ഷൻ, അല്ലേ? റിയാക്ട് ചെയ്യാൻ കൂടിയാണ്. സോ ആ ഒരു സെക്കൻഡ് ഫീൽഡിൽ എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് സുരേഷ് ചെയ്തു. ഐ എൻജോയ്ഡ് യുവർ പെർഫോമൻസ്. വളരെ ലാളിത്യമുണ്ടായിരുന്നു അതിന്. ഒരു നാട്ടിൻപുറത്തിൻ്റെ ഒരു സുഖം. എസ്പെഷ്യലി ദീപികയുടെ കോഴിക്കോടൻ വർത്തമാനമൊക്കെ കേട്ടപ്പോൾ എനിക്ക് അവിടെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് വരെ തോന്നി. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കുറച്ച് വയസ്സായ ആൾക്കാരെ പാറുക്കുട്ടി എന്നുള്ള പേര് സ്ട്രെയിറ്റ് ആയിട്ട് വിളിക്കില്ല. പാറുക്കുട്ടി അമ്മയെന്നേ വിളിക്കുള്ളൂ. പാർട്ടി എടുത്തിയോ അല്ലെങ്കിൽ പാറുക്കുട്ടി അമ്മയോ. എസ്പെഷ്യലി നമുക്കിത് കിട്ടണമല്ലോ. അപ്പോൾ അവരെ കൂടുതൽ നമ്മൾ സോപ്പിടും, മനസ്സിലായില്ലേ? അപ്പോൾ അവരോട് ആക്ച്വലി വഴക്ക് പറയുന്നത് പോലും വേറെ ലൈനിലായിരിക്കും. നമ്മൾ പാക്കുട്ടിയമ്മ ഒന്ന് എടുത്തോട്ടെ, ഇതെടുത്ത് കഴിഞ്ഞാൽ ചെയ്യാലോ നമുക്ക് എന്നുള്ള ഒരു ലൈനിലായിരിക്കും. കാരണം ഇത് നമ്മുടെ ആവശ്യമാണ്. കാരണം ഈ ബൈറ്റ് കിട്ടുക എന്നുള്ളതും അത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്ലോമാറ്റിക് ആവാനാണ് ശ്രമിക്കുക. ഓവറോൾ ഇറ്റ് വാസ് ഗുഡ്. It was real fun. I liked the theme നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്തത് എനിക്ക് ഇഷ്ടമായി. പിന്നെ ദീപികയുടെ സ്ലാങ് യൂസ് ചെയ്തത്, അതിന് ത്രൂ ഔട്ട് ആ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ ഈ പാറുക്കുട്ടി എന്നുള്ള കഥാപാത്രത്തിൻ്റെ ആ ബോഡി ലാംഗ്വേജ് അത് വളരെ ഭംഗിയായിട്ട് ദീപിക ചെയ്തു. സുരേഷിൻ്റെ ഇതിൽ ഞാനും ഫീൽ ചെയ്തായിരുന്നു കുറച്ചുകൂടെ ആ ഒരു ആസ് എ റിപ്പോർട്ടർ കുറച്ചുകൂടെ അതൊന്ന് പെർഫെക്റ്റ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആ സ്മാർട്ട്നെസ്. ഞാൻ ഡയലോഗ് പറഞ്ഞതിലാണ് കുറച്ച് ഇതായത്. അത് മാനേജ് ചെയ്തു, പക്ഷെ എന്നാലും ഞാൻ കണ്ടുപിടിച്ചു അത്. ഓക്കെ, അത് കുറച്ചുകൂടെ നന്നാക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതർവൈസ് ഇറ്റ് വാസ് ഗുഡ്. കീപ്പ് ഇറ്റ് അപ്പ്. എനിക്ക് ഇഷ്ടമായി മൊത്തത്തിൽ.